ഹലോ, വെൽക്കം ബാക്ക്. കേരള PSCയുടെ PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച 2023 ജാനുവരി മുതൽ 2024 ഫെബ്രുവരി വരെയുള്ള PSC ബുള്ളറ്റിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കറണ്ട് അഫയേഴ്സ്. ആദ്യത്തെ നോക്കാം. ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ സമ്പൂർണ്ണ കുടിവെള്ള പൈപ്പ് ലൈൻ കണക്ഷൻ നൽകി ഹർ ഹർ ജൽ സർട്ടിഫിക്കേഷൻ നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഓക്കെ, അപ്പൊ ഹർ ഹർ ജൽ എന്ന് പറയുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ സമ്പൂർണ്ണ പൈപ്പ് ലൈൻ കണക്ഷൻ നൽകുകയാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം. അങ്ങനെ ഇത് സമ്പൂർണ്ണമായി നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. അടുത്ത് 2022 നവംബർ 15 സ്കൂളുകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജനജാതീയ ഗൗരവ് ദിവസ് ആഘോഷിച്ചു. അപ്പൊ ജനജാതീയ ഗൗരവ് ദിവസ് ആഘോഷിച്ചത് എവിടെയാണ്? സ്കൂളുകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും. നവംബർ 15 വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സംഭാവനകളെ സ്മരിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പരിപാടിയുടെ പേരാണ് ജനജാതീയ ഗൗരവ് ദിവസ്. അപ്പൊ എന്താണ് ജനജാതീയ ഗൗരവ് ദിവസ് എന്ന് പറഞ്ഞാല് ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സംഭാവനകളെ സ്മരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് ജനജാതീയ ഗൗരവ് ദിവസ്. അപ്പൊ ജനജാതീയ ഗൗരവ് ദിവസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരുടെ സംഭാവനകളെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി കൊണ്ടുവന്നത്. അപ്പൊ ഏത് ദിവസമാണ് അത് ആഘോഷിച്ചത്? നവംബർ 15. അടുത്ത് 2022 മുതൽ ഡിസംബർ 26 എല്ലാ വർഷവും ബീർബൽ ദിവസമായി ആചരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ 2022 മുതലാണ് ഇത് ആരംഭിച്ചത്. ഡിസംബർ 26 ബീർബൽ ദിവസമായി ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അടുത്തത് രാമാനുജന്റെ ഒരു പ്രതിമയെ കുറിച്ചിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. 2016 അടി ഉയരമുള്ളതും ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ലോഹ പ്രതിമകളിൽ ഒന്നായ ആത്മീയാചാര്യൻ ശ്രീ രാമാനുജാര്യരുടെ സ്മരണയ്ക്കായി പണി കഴിപ്പിച്ച സമത്വ പ്രതിമ ഹൈദരാബാദിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ സമത്വം എന്ന പ്രതിമ എന്തുമായി, ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് കൊണ്ടുവന്നത്? രാമാനുജാര്യരുടെയാണ്. ഇപ്പൊ രാമാനുജന്റെ പ്രതിമ, സമത്വം എന്ന പ്രതിമ എവിടെയാണ് പണി കഴിപ്പിച്ചത്? ഹൈദരാബാദിലാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലോഹ പ്രതിമയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയല്ല, ഉയരം കൂടിയ ലോഹ പ്രതിമകളാണ്. പ്രതിമയിൽ ഒന്നാണ് രാമാനുജന്റെ 216 അടി ഉയരമുള്ള ഈ പ്രതിമ. സമത്വം എന്നാണ് ഇതിന്റെ പേര്. ഹൈദരാബാദിലാണ് ഇത് പണി കഴിപ്പിച്ചത്. അടുത്ത് ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര പീസ് സെന്റർ ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് വരുന്നത്. അന്താരാഷ്ട്ര പീസ് സെന്റർ ഇന്ത്യയിൽ വരുന്നത് എവിടെയാണ്? ഹരിയാനയിലെ ഗുരുഗ്രാമിൽ. അടുത്ത് മധ്യപ്രദേശിലെ മണ്ഡല ജില്ലയ്ക്ക് ഇന്ത്യയിലെ ആദ്യ ഫങ്ഷണലി ലിറ്ററേറ്റ് ജില്ല എന്ന പദവി നൽകി. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടുണ്ട് PSC. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഫങ്ഷണലി ലിറ്ററേറ്റ് ജില്ല എന്ന പദവി കിട്ടിയത് മധ്യപ്രദേശിലെ മണ്ഡല ജില്ലയ്ക്ക്. അടുത്ത് അനധികൃത മയക്കുമരുന്ന് കടത്ത് ശൃംഖലയ്ക്കെതിരെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഗരുഡ. അപ്പൊ എന്താണ് ഓപ്പറേഷൻ ഗരുഡ? ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? CBI ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഉദ്ദേശം? അനധികൃത മയക്കുമരുന്ന് കടത്ത് ശൃംഖലയ്ക്കെതിരെ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഗരുഡ. അടുത്ത് ഇന്ത്യൻ റെയിൽവേയുടെ അന്വേഷണ കൗണ്ടറുകളുടെ പുതിയ പേര് സഹയോഗ് എന്നാണ്. അപ്പൊ ഇന്ത്യൻ റെയിൽവേയുടെ അന്വേഷണ കൗണ്ടറുകൾക്ക് പറയുന്ന പുതിയ പേര് എന്താണ്? സഹയോഗ് എന്നാണ്. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്ന് നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് ഗഗൻ സ്ട്രൈക്ക്. അപ്പൊ നമ്മൾ ഇന്ത്യയും ന്യൂസിലാൻഡും അല്ലെങ്കിൽ ഇന്ത്യയും ജപ്പാനും ഇന്ത്യയും ചൈനയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സംയുക്ത അഭ്യാസം കേട്ടിട്ടുണ്ട്. ഇത് ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്ന് നടത്തുന്ന സൈനിക അഭ്യാസമാണ് ഗഗൻ സ്ട്രൈക്ക്. അടുത്ത് മധ്യപ്രദേശിലെ മണ്ഡല ജില്ലയ്ക്ക് ഇന്ത്യയിലെ നമ്മൾ പറഞ്ഞതാണ് ആദ്യ ഫങ്ഷണലി ലിറ്ററേറ്റ് ജില്ല എന്ന പദവി ലഭിച്ചു. അടുത്ത് എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറികൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ലയായി മാറിയത് ജാർഖണ്ഡിലെ ജംതാര ജില്ലയാണ്.
ജാർഖണ്ഡിലെ ജംതാര ജില്ലയാണ് എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറികൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് ജാർഖണ്ഡിലെ ജംതാര ജില്ല. അടുത്ത്, ഓൺലൈൻ ബാങ്ക് തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ RBI റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകമാണ് രാജു ആൻഡ് ദ 40 Thieves. അപ്പൊ രാജു ആൻഡ് ദ 40 Thieves എന്ന് പറയുന്ന പുസ്തകം ആരാണ് പുറത്തിറക്കിയത്? RBI ആണ് പുറത്തിറക്കിയത്. ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച് ബോധവൽക്കരിക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ഒരു പുസ്തകമാണ് രാജു ആൻഡ് ദ 40 Thieves. ആരാണ് ഇറക്കിയത്? RBI ആണ് ഈ ഒരു പുസ്തകം ഇറക്കിയത്. അടുത്ത്, ഇന്ത്യൻ എക്കോണമി മോണിറ്ററി സെന്ററിന്റെ കണക്ക് പ്രകാരം ഏറ്റവും അധികം തൊഴിലില്ലായ്മ നിരക്ക് രേഖപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. അപ്പോൾ ഇന്ത്യൻ എക്കോണമി മോണിറ്ററി സെന്ററിന്റെ കണക്ക് പ്രകാരം അൺഎംപ്ലോയ്മെന്റ് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയിലാണ്. നമ്മൾ വേറൊന്ന് ഹരിയാനയിൽ കണ്ടല്ലോ, ഇന്റർനാഷണൽ പീസ് സെന്റർ ഇന്ത്യയിൽ വരുന്നത് ഹരിയാനയിലെ ഗുരുഗ്രാം ആണെന്ന് കണ്ടു. അപ്പോൾ പീസ് സെന്റർ വരുന്ന സ്ഥലത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ ഉള്ളതെന്നും ഓർത്തിരിക്കുക. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായി മാറിയത് ഇന്ത്യയുടെ പ്രതിരോധ സേനയാണ്. ഇന്ത്യയുടെ പ്രതിരോധ സേന, ഡിഫൻസ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായി മാറിയത്. അടുത്ത്, വേൾഡ് എക്കോണമിക്സ് ഫോറം തയ്യാറാക്കിയ ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യക്ക് 136ാമത്തെ സ്ഥാനമാണ് ലഭിച്ചത്. 1ാം സ്ഥാനം ഐസ്ലാൻഡിനാണ്. ഇപ്പൊ ലിംഗ സമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 135 അല്ല, 135ആണ്, 136ാമത്തെ സ്ഥാനമാണ്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപക പരിശീലന പദ്ധതിയാണ് നിഷ്ഠ. അപ്പൊ നിഷ്ഠ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അധ്യാപക പരിശീലന പദ്ധതിയാണ്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപക പരിശീലന പദ്ധതിയാണ് നിഷ്ഠ. അടുത്ത്, COVID-19 പകർച്ചവ്യാധിയുടെ ഫലമായി 8 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്കിടയിലുള്ള പഠന വിടവ് നികത്തുന്നതിന് തമിഴ്നാട്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് എന്നും എഴുത്തും സ്കീം. ഓക്കെ, എന്നും എഴുത്തും സ്കീം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തമിഴ്നാടുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. COVID-19 പകർച്ചവ്യാധിയുടെ ഇടയിൽ 1-2 വർഷമൊക്കെ പഠനം നന്നായി പോയില്ല അല്ലേ? അപ്പൊ അതിന്റെ ഭാഗമായി 8 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്കിടയിലുള്ള പഠന വിടവ് നികത്തുന്നതിന് തമിഴ്നാട്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് എന്നും എഴുത്തും സ്കീം. ഇനി അടുത്തത്, ദേവസഹായം പിള്ളയെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ച ഒരു കറണ്ട് അഫയർ ആണ്. അടുത്ത്, G20 ഉച്ചകോടിയുടെ അടുത്ത വർഷത്തെ അധ്യക്ഷ സ്ഥാനം ഇന്ത്യക്കാണ്. അപ്പൊ G20 അടുത്ത വർഷം ഉച്ചകോടി വെന്യൂ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. 18ാമത്തെ ഉച്ചകോടി ന്യൂഡൽഹിയിലാണ് നടക്കാൻ പോകുന്നത്. അടുത്ത് നമ്മൾ കണ്ടതാണ്, എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറികൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയായി മാറിയത് ജാർഖണ്ഡിലെ എവിടെയാണ്? ജംതാര ജില്ലയാണ്, ജാർഖണ്ഡിലെ ജംതാര ജില്ല. ഇനി ദ്രൗപദി മുർമുവിനെ കുറിച്ചിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലാണ് ജനിച്ചത്. ഇടയ്ക്ക് വേറൊരു നമ്മളെ കേരള ഗവർണറിനെ കുറിച്ച് എവിടെയാണ് ജനിച്ചതെന്നൊക്കെ ചോദിച്ചു റീസെന്റ് ഒരു എക്സാമിന്. അപ്പൊ ഇത് ഓർത്തിരിക്കുക, ഒഡീഷയിലാണ് ദ്രൗപദി മുർമു. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലാണ് ജനിച്ചത്. ഇന്ത്യയിലെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യയിലെ 15ാമത്തെ രാഷ്ട്രപതിയാണ്. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലാണ് ജനിച്ചത്. ജൂലൈയിൽ നടന്ന രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മുൻ ധനമന്ത്രി യശ്വന്ത് സിംഗെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പൊ യശ്വന്ത് സിംഗെ പരാജയപ്പെടുത്തിയിട്ടാണ് ദ്രൗപദി മുർമു ഇന്ത്യയുടെ പ്രസിഡന്റായി മാറിയത്. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അപ്പൊ ഇതിനു മുന്നേ ഉള്ള രാഷ്ട്രപതിയൊക്കെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ ജനിച്ചവരായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. 15ാമത്തെ രാഷ്ട്രപതിയാണ്. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലാണ് ജനിച്ചത്. യശ്വന്ത് സിംഗെ പരാജയപ്പെടുത്തിയിട്ടാണ് പ്രസിഡന്റ് ആയത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു. ജാർഖണ്ഡിലെ ആദ്യ വനിതാ ഗവർണർ ആയിരുന്നതും ദ്രൗപദി മുർമു തന്നെയാണ്. അപ്പൊ ഇതെല്ലാ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലാണ് ജനിച്ചത്. ഇന്ത്യയിലെ 15ാമത്തെ രാഷ്ട്രപതിയാണ്.
യശ്വന്ത് സിംഗെ പരാജയപ്പെടുത്തിയിട്ടാണ് പ്രസിഡന്റ് ആയത്. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജനിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വനിതയാണ്. ആദ്യത്തേത് ആരാണ്? പ്രതിഭ പാട്ടീൽ ആണ് അല്ലെ, പ്രതിഭ പാട്ടീൽ. ഇനി ജാർഖണ്ഡിലെ ആദ്യ വനിതാ ഗവർണർ ദ്രൗപദി മുർമു തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം ഓർമ്മിച്ചിരിക്കണം. അടുത്ത് നീതി ആയോഗിന്റെ സിഇഒ ആയി പരമേശ്വരൻ അയ്യരെ നിയമിച്ചു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നീതി ആയോഗിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ നീതി ആയോഗിന്റെ സിഇഒ ആയി നിയമിച്ചത് ആരാണ്? പരമേശ്വരൻ അയ്യരെയാണ്. അടുത്ത് ഇന്ത്യയിൽ കുട്ടിത്തേവാങ്കുകൾക്കായുള്ള ആദ്യത്തെ വന്യജീവി സങ്കേതം തമിഴ്നാട്ടിലെ കടവൂരിൽ നിലവിൽ വന്നു. അപ്പൊ തമിഴ്നാട്ടിലെ കടവൂരിലാണ് ഇന്ത്യയിലെ കുട്ടിത്തേവാങ്കുകൾക്കുള്ള ആദ്യത്തെ വന്യജീവി സങ്കേതമാണ്. ആദ്യത്തേതായതുകൊണ്ട് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇന്ത്യയിലെ കുട്ടിത്തേവാങ്കുകൾക്കായുള്ള ആദ്യത്തെ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് തമിഴ്നാട്ടിലെ കടവൂരിലാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പിയായിരുന്ന ജോൺ പെന്നിക്വിക്കിന്റെ പ്രതിമ ഇംഗ്ലണ്ടിലെ കാബർലിയിൽ സ്ഥാപിക്കുന്നതിനായി തമിഴ്നാട് സർക്കാർ നിർമ്മിച്ചു നൽകി. അടുത്ത കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്ട് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി നമീബിയയിൽ നിന്നും കൊണ്ടുവന്ന ചീറ്റകളെ മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിലാണ് എത്തിച്ചത്. മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിലാണ് പ്രോജക്ട് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി നമീബിയയിൽ നിന്ന് കൊണ്ടുവന്ന ചീറ്റകളെ പാർപ്പിച്ചത്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയർ ആണ്. ഇന്ത്യയുടെ 2023 റിപ്പബ്ലിക് ദിന മുഖ്യ അതിഥിയായി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദൽ ഫത്തഹ് അൽ സിസിയാണ് പങ്കെടുത്തത്. അപ്പോൾ മുന്നേയും ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ ദിനത്തിലെ പ്രധാന അതിഥി ആരായിരുന്നു എന്ന്. ഇപ്പൊ 2023 അതിഥി ഏത് രാജ്യത്തിൽ നിന്നായിരുന്നു? ഈജിപ്തിൽ നിന്നായിരുന്നു. ഈജിപ്തിൽ നിന്നും ആരായിരുന്നു? ഈജിപ്തിന്റെ പ്രസിഡന്റ് അബ്ദൽ ഫത്തഹ് അൽ സിസി ആയിരുന്നു ഇന്ത്യയുടെ 2023 സ്വാതന്ത്ര്യ ദിനത്തിലല്ല കേട്ടോ, റിപ്പബ്ലിക് ദിനത്തിലാണ്. റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി, റിപ്പബ്ലിക് ഡേയുടെ മുഖ്യ അതിഥിയായി വന്നത്. അടുത്ത നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി വികസിപ്പിച്ച അത്യാധുനിക സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം അനന്ത. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ ഒരു സബ്ജക്റ്റ് ആണല്ലേ. കമ്പ്യൂട്ടറിലെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. സൂപ്പർ കമ്പ്യൂട്ടറുകളെ കുറിച്ച് കറണ്ട് അഫയറിൽ ചോദിക്കാറുണ്ട്. നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ എന്ന് പറയുന്ന മിഷന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി വികസിപ്പിച്ച അത്യാധുനിക സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം അനന്ത. അടുത്ത് രാജ്യത്തെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് തെലങ്കാനയിലെ രാമകുണ്ടത്താണ് നിലവിൽ വന്നത്. ഇത് റീസെന്റ് ഒരു എക്സാമിന് ചോദിച്ച കാര്യമാണ്. അപ്പോൾ രാജ്യത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് ഇന്ത്യയിൽ വന്നത് എവിടെയാണ്? തെലങ്കാനയിലെ രാമകുണ്ടത്താണ്. അപ്പൊ നമ്മൾ ഈ ഹോമകുണ്ടം, രാമകുണ്ടം എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്തോ നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു വലിയ സംഭവമാണ് അല്ലെ, രാമകുണ്ടം എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി. അതില് വലിയൊരു സോളാർ പവർ പ്ലാന്റ് ഒഴുകുന്നതാണെന്ന് ഓർത്തിരുന്നാൽ മതി. തെലങ്കാനയിലെ രാമകുണ്ടത്താണ് ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് നിലവിൽ വന്നത്. അടുത്തത് രാജ്യം മുഴുവനുമുള്ള ഡയറക്ട് ടു ഹോം ടെലിവിഷൻ സേവനങ്ങൾക്ക് ഉപകരിക്കുന്ന ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-24 ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്ന് ഏരിയൻ റോക്കറ്റ് ഉപയോഗിച്ച് വിജയകരമായി വിക്ഷേപിച്ചു. മലേഷ്യൻ വാർത്താവിനിമയ ഉപഗ്രഹമായ MISAT-3 വിക്ഷേപിച്ചത്. അപ്പൊ രാജ്യം മുഴുവനും ഡയറക്ട് ടു ഹോം DTH ടെലിവിഷൻ സേവനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു പുതിയ ഉപഗ്രഹമാണ് GSAT-24. അടുത്തത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇപ്പൊ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടെലിസ്കോപ്പാണ് ഇന്റർനാഷണൽ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ്. ഇത് സ്ഥാപിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അടുത്ത് ശക്തി, വേഗ എന്നീ പേരുകളിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഇലക്ട്രോണിക് ചിപ്പുകൾ 2023-24 പുറത്തിറക്കും. അപ്പൊ വാണിജ്യ അടിസ്ഥാനത്തിൽ ഇന്ത്യ വികസിപ്പിച്ച 2 ചിപ്പുകളാണ് ശക്തി, വേഗ. അപ്പൊ ശക്തി, വേഗ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് ചിപ്പുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് പഞ്ചാബിലെ സംഗ്രൂറിലാണ് നിലവിൽ വരുന്നത്. കംപ്രസ്ഡ് ബയോഗ്യാസ്
അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് നിലവിൽ വരുന്നത് പഞ്ചാബിലെ സംഗ്രൂറിലാണ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിൻഡ് സോളാർ ഹൈബ്രിഡ് പവർ സിസ്റ്റം ജയ്സാൽമീറിലാണ് ഉദ്ഘാടനം ചെയ്തത്. ജയ്സാൽമീറിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതൽ ചൂട് കൂടുതലുള്ള മരുഭൂമിയാണ് ഇന്ത്യയിലെ ജയ്സാൽമീർ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വിൻഡ് സോളാർ ഹൈബ്രിഡ് പവർ സിസ്റ്റം നിലവിൽ വരുന്നത് എവിടെയാണ്? ജയ്സാൽമീറിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് അമേരിക്കയിലെ ന്യൂയോർലൈൻസിൽ നടന്ന 71ാമത് വിശ്വസുന്ദരി മത്സരത്തിൽ അർബോണി ഗബ്രിയേലാണ് കിരീടം നേടിയത്. അപ്പൊ 71ാമത് വിശ്വസുന്ദരി മത്സരമാണ്. വിശ്വസുന്ദരി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് അർബോണി ഗബ്രിയേലാണ്. ഇങ്ങനത്തെ കാര്യങ്ങളും ചോദിക്കാറുള്ളതാണ്, റീസെന്റ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ വിശ്വസുന്ദരി പട്ടം ലഭിച്ചത് ആർക്കാണ്? അർബോണി ഗബ്രിയേലിനാണ്. അടുത്തത് അമേരിക്കൻ മലയാളികളുടെ സംഘടനയായ ഫൊക്കാനയുടെ മികച്ച എംപിക്കുള്ള പുരസ്കാരത്തിന് രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസും മികച്ച MLAക്കുള്ള പുരസ്കാരം മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അർഹനായി. അപ്പോൾ ഒരു MLAക്കും ഒരു MPക്കുമാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അമേരിക്കൻ മലയാളികളുടെ സംഘടനയാണ് ഇത് നൽകിയത്. അമേരിക്കൻ മലയാളികളുടെ സംഘടനയായ ഫൊക്കാനയുടെ മികച്ച MPക്കും MLAക്കും ഉള്ള പുരസ്കാരമാണ്. മികച്ച MLAക്കുള്ള പുരസ്കാരം ജോൺ ബ്രിട്ടാസിനും മികച്ച MLAക്കുള്ള പുരസ്കാരം തിരുവഞ്ചൂറിനും മികച്ച MPക്കുള്ള പുരസ്കാരം ജോൺ ബ്രിട്ടാസിനുമാണ് ലഭിച്ചത്. അപ്പൊ MP ജോൺ ബ്രിട്ടാസ് ആണല്ലോ. ഓക്കെ, അപ്പൊ ഈ കാര്യം ഓർത്തിരിക്കുക. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. യൂട്യൂബിന്റെ പുതിയ മേധാവി ഇന്ത്യൻ വംശജനായ നീൽ മോഹനാണ് യൂട്യൂബിന്റെ പുതിയ മേധാവിയായി തിരഞ്ഞെടുത്തത്. അപ്പൊ ഇന്ത്യൻ വംശജനായ നീൽ മോഹനാണ് യൂട്യൂബിന്റെ പുതിയ മേധാവിയായി തിരഞ്ഞെടുത്തത്. യൂട്യൂബിൽ റീൽ ചെയ്യുമെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പൊ റീൽ എന്ന് ഓർത്താൽ നീൽ മോഹനാണ് യൂട്യൂബിന്റെ പുതിയ മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തത് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് മനോജ് മണിയൂർ എഴുതിയ ചിമ്മിനി വെട്ടം എന്ന കവിതയ്ക്കാണ്. ചിമ്മിനി വെട്ടം എന്ന കവിതയ്ക്കാണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. മനോജ് മണിയൂറിന്റെ ചിമ്മിനി വെട്ടം എന്ന കവിതയ്ക്കാണ്. അടുത്ത ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ക്രിസ് ഹിപ്കിൻസ് ആണ്. ക്രിസ് ഹിപ്കിൻസ് ആണ് ന്യൂസിലാൻഡിന്റെ 41ാമത്തെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. അടുത്ത ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഗായികയായിരുന്നു വാണി ജയറാം. അപ്പൊ റീസെന്റ് അന്തരിച്ചു. വാണി ജയറാമിന്റെ പ്രത്യേകത എന്താണ്? 19 ഇന്ത്യൻ ഭാഷകളിലായി 10,000-ലേറെ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഒരാളാണ് വാണി ജയറാം. 3 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ച വ്യക്തിയാണ് വാണി ജയറാം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് ഫ്രഞ്ച് താരം റാഫേൽ വരാനെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിച്ചു. 2018 ലോകകപ്പ് നേടിയ ഫ്രാൻസ് ടീമിലെ അംഗമായിരുന്നു റാഫേൽ വരാൻ. അടുത്തൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ, ഇന്ത്യൻ നിർമ്മിത വിമാനവാഹിനി കപ്പൽ INS വിക്രാന്തിൽ യുദ്ധവിമാനം ഇറക്കി ഇന്ത്യ ചരിത്ര നേട്ടം കൈവരിച്ചു. അപ്പൊ ഈ യുദ്ധവിമാനം എന്ത് ചെയ്തു? ഈ യുദ്ധക്കപ്പലിൽ ഇറക്കി ഇന്ത്യ ചരിത്ര നേട്ടം കൈവരിച്ചു. അടുത്ത കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മലിനമാകുന്ന നദി ചെന്നൈയിലൂടെ ഒഴുകുന്ന കൂവം നദിയാണ്. കൂവം നദി ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ടത് കൊണ്ട് ആൾക്കാരൊക്കെ കൂവിന്ന് ഓർത്താൽ മതി. ചെന്നൈയിലാണിത്. ചെന്നൈയിലെ കൂവം നദിയാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട റിവേഴ്സിന്റെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദിയായി എത്തിയത് ഏതാണ്? ചെന്നൈയിലൂടെ ഒഴുകുന്ന കൂവം നദിയാണ്. അടുത്ത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യ UK അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചു. അപ്പൊ രാഷ്ട്രീയ സാമ്പത്തിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള
ഇന്ത്യ UK അച്ചീവേഴ്സ് പുരസ്കാരം ലഭിച്ചത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം മൻമോഹൻ സിംഗ് ഒരു എക്കോണമിസ്റ്റും കൂടിയാണ്. അപ്പം രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിന്റെ ആണെന്ന് ഓർക്കുക. അടുത്തത് പോപ്പ് സംഗീത രാജാവായ മൈക്കൽ ജാക്സന്റെ ചരിത്രം പ്രമേയമാക്കി ഹോളിവുഡിൽ ഒരുങ്ങുന്ന ചിത്രമാണ് മൈക്കൽ. അപ്പൊ മൈക്കൽ എന്ന് പറയുന്ന ചിത്രം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൈക്കൽ ജാക്സന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന സിനിമയാണ് മൈക്കൽ. അടുത്ത് പുതുതായി 12 ഉപഗ്രഹങ്ങൾ കൂടി കണ്ടെത്തിയതോടുകൂടി 92 ഉപഗ്രഹങ്ങളുള്ള സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമായി മാറിയത് വ്യാഴമാണ്. അപ്പൊ ഇപ്പോ സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. വ്യാഴത്തിലാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത്. അടുത്ത പ്രശസ്ത നടി ഖുഷ്ബുവിനെ ദേശീയ വനിതാ കമ്മീഷൻ അംഗമായി കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം ചെയ്തു. അപ്പൊ കേന്ദ്ര വനിതാ കമ്മീഷന്റെ ഒരു അംഗമായി നാമനിർദ്ദേശം റീസെന്റ് ചെയ്തത് ഖുഷ്ബുവിനെയാണ്. അടുത്ത ക്ലബ് ഫുട്ബോളിൽ ലയണൽ മെസ്സി 700 ഗോളുകൾ എന്ന ചരിത്ര നേട്ടം കൈവരിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ശേഷം 700 ക്ലബ് ഗോളുകൾ നേടുന്ന താരമാണ് ലയണൽ മെസ്സി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഫിഫ പുരസ്കാരങ്ങളാണ് നമ്മളെടുത്ത് കാണാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഫിഫ പുരസ്കാരങ്ങളിലെ മികച്ച പുരുഷ താരം ലയണൽ മെസ്സിയാണ്. ഫിഫയില് മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ലയണൽ മെസ്സി. മികച്ച വനിതാ താരം അലക്സിയ പുറ്റെല്ലസ് ആണ്, സ്പെയിനിൽ നിന്നുള്ള ആളാണ്. പുരുഷ ഗോൾ കീപ്പറായി മാറിയത് എമിലിയാനോ മാർട്ടിനസ് ആണ്, അർജന്റീനയിൽ നിന്നും. വനിതാ ഗോൾ കീപ്പറായി മാറിയത് മേരി ഈർപ്പസ്. പുരുഷ പരിശീലകനായി മാറിയത് ലയണൽ സ്കെലോണി ആണ്. വനിതാ പരിശീലക സെറീന വീക്മാൻ ആണ്. പുസ്കാസ് പുരസ്കാരം കിട്ടിയത് മഴ്സിൻ ഒലക്സിക്കാണ്. മികച്ച ആരാധക കൂട്ടമുള്ളത് അർജന്റീനിയൻ ആരാധകരാണ്. ഏറ്റവും കൂടുതൽ ആരാധക കൂട്ടങ്ങളുള്ളത്. അപ്പൊ ഇതാണ് ഫിഫ പുരസ്കാരങ്ങൾ. മികച്ച താരം ഓർത്തിരിക്കുക ലയണൽ മെസ്സിയാണ്. വനിതാ താരം അലക്സിയ പുറ്റെല്ലസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ സ്പോർട്സ് നമുക്കൊരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആണ്. സ്പോർട്സിലെ കറണ്ട് അഫയേഴ്സും ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത് ഹോളിവുഡ് ക്രിട്ടിക് അസോസിയേഷന്റെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഇന്ത്യൻ ചലച്ചിത്രമായ RRRന് ലഭിച്ചു. അപ്പൊ ഹോളിവുഡ് ക്രിട്ടിക് അസോസിയേഷന്റെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരമാണ് ലഭിച്ചത് RRRന്. അതിലുള്ള മികച്ച ഗാനം, സംഘട്ടനം എന്നിവയ്ക്കുള്ള പുരസ്കാരവും RRRന് ലഭിച്ചു. അടുത്ത് സംസ്ഥാനത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ വകുപ്പിന്റെ പുരസ്കാരം വയനാട് കളക്ടർ ഗീതയ്ക്കാണ് ലഭിച്ചത്. അപ്പൊ റവന്യൂ വകുപ്പ് നൽകുന്നതാണ് മികച്ച കളക്ടർക്കുള്ള പുരസ്കാരം. അത് ലഭിച്ചത് വയനാട് കളക്ടർ ഗീതയ്ക്കാണ്. അടുത്ത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ്, ഒസ്മാനാബാദ് എന്നീ നഗരങ്ങളുടെ പേരുകൾ എന്തായി മാറി? ഛത്രപതി സാംഭാജി നഗർ എന്നും ധാരാശിവ എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പൊ ഔറംഗാബാദ് ഛത്രപതി സാംഭാജി നഗർ എന്നും ഒസ്മാനാബാദ് എന്നാണ് ധാരാശിവ് എന്നുള്ള 2 പേരിലാണ് പുനർനാമകരണം ചെയ്തതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യ മെട്രോ ട്രെയിൻ സർവീസ് കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിക്കിടയിലാണ് പരീക്ഷണ ഓട്ടം നടത്തിയത്. അപ്പൊ വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെയുള്ള ആദ്യ മെട്രോ ട്രെയിൻ സർവീസ് വരുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലാണ്. അടുത്ത ഇന്റർനാഷണൽ വാച്ച് ഡോഗ് ഫ്രീഡം ഹൗസ് പ്രസിദ്ധീകരിച്ച 2023 ഫ്രീഡം ഇൻ ദ വേൾഡ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യം കുറഞ്ഞ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ടിബറ്റ്, സൗത്ത് സുഡാൻ, സിറിയ എന്നിവയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ആണ്. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ ഹൈദരാബാദിൽ അനാച്ഛാദനം ചെയ്തു. വെങ്കലത്തിൽ തീർത്ത പ്രതിമയുടെ ഉയരം 125 അടിയാണ്. നമ്മൾ വേറൊന്നും കണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ ലോഹ പ്രതിമകളിൽ ഒന്നായ രാമാനുജന്റെ പ്രതിമ വന്നതല്ലേ, അത് നമ്മൾ കണ്ടു. അപ്പൊ ഇത് അംബേദ്കറിന്റെ പ്രതിമയാണ്. എവിടെയാണ് വന്നത്? ഹൈദരാബാദിലാണ് വന്നത്. ഹൈദരാബാദില് വെങ്കലത്തിൽ തീർത്ത ഈ പ്രതിമയുടെ ഉയരം എത്രയാണ്? 125 അടിയാണ്. അടുത്ത് വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് ജൂസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ജൂസ് എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും ആണെന്ന് ഓർക്കരുത്. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒരു
ദൗത്യമാണെന്ത്? ജൂസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ നമ്മൾ വ്യാഴത്തിനെ കുറിച്ച് വേറൊരു കാര്യങ്ങൾ കൂടെ കണ്ടു അല്ലെ. 12 ഉപഗ്രഹങ്ങൾ കൂടി വ്യാഴത്തിന് കണ്ടെത്തിയതോടുകൂടി സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഒരു ഗ്രഹമാണ് ഇപ്പൊ വ്യാഴം. വ്യാഴമായി മാറി ഏറ്റവും കൂടുതൽ സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഒരു ഗ്രഹമാണ് ഇപ്പൊ വ്യാഴം. ഇപ്പൊ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി നടത്തുന്ന ഒരു ദൗത്യമാണ് ജൂസ് എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. അടുത്ത് 2023 അണ്ടർ-20 ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നത് അർജന്റീനയാണ്. അർജന്റീന. അടുത്ത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇടങ്കാൽ കൊണ്ട് ഏറ്റവും അധികം ഗോളുകൾ നേടിയതിന്റെ റെക്കോർഡ് ലിവർപൂൾ താരം മുഹമ്മദ് സലയ്ക്കാണ് ലഭിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇടങ്കാൽ കൊണ്ട് ഏറ്റവും അധികം ഗോളുകൾ നേടിയതിന്റെ റെക്കോർഡ് ലിവർപൂൾ താരം മുഹമ്മദ് സലയ്ക്കാണ് ലഭിച്ചത്. അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സേതുവിന് ലഭിച്ചു. മാതൃഭൂമിയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ച സേതുവിനാണ്. ഓക്കെ. അടുത്ത് ലോകബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ 6 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് ഇന്ത്യ 38ാം സ്ഥാനത്ത്. കഴിഞ്ഞ വർഷം ഇതിനേക്കാളും വലിയ റാങ്ക് ആയിരുന്നു. ഇപ്പൊ ലോകബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ 38ാമത്തെ റാങ്കിങ് ആണ് ഇന്ത്യക്ക് വരുന്നത്. അടുത്ത രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് വരുന്നത് തിരുവനന്തപുരത്താണ്. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ ആണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോയാണ്. വാട്ടർ മെട്രോ വരുന്നത് എവിടെയാണ്? കൊച്ചി വാട്ടർ മെട്രോ ആണ്. നമ്മൾ വേറൊന്ന് കണ്ടല്ലോ, വെള്ളത്തിനടിയിലൂടെ തുരങ്കത്തിലൂടെയുള്ള ആദ്യ മെട്രോ സർവീസ് എവിടെയാണ്? കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലാണ് വരുന്നത്. അപ്പൊ ഇത് വാട്ടർ മെട്രോ ആണ് ഇന്ത്യയിലെ ആദ്യത്തത്. എവിടെയാണ് വരുന്നത്? കൊച്ചിയിൽ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത് രാജ്യത്തെ 13ാമത്തെയും കേരളത്തിലെ ആദ്യത്തെയും വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. എവിടെ മുതലാണ്? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇന്ത്യയിലെ 13ാമത്തെ വന്ദേ ഭാരതും കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ്സുമാണ് ഇത്. രാജ്യത്തെ 13ാമത്തെയും കേരളത്തിലെ ആദ്യത്തെയും വന്ദേ ഭാരത് എക്സ്പ്രസ് ആണിത്. ഏതു മുതൽ ഏതുവരെയാണ്? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത് ഹിമാലയത്തിലെ ഭൂകമ്പ മേഖലകൾ മാപ്പ് ചെയ്യുന്നതിനായി ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ച ഒരു ഉപഗ്രഹമാണ് നിസാർ. അപ്പൊ നിസാർ എന്താണ്? ഹിമാലയം ഒരു ഭൂകമ്പം എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഈ കാഠ്മണ്ഡു ഒക്കെ. അപ്പൊ ഹിമാലയത്തിലെ ഭൂകമ്പ മേഖലകൾ മാപ്പ് ചെയ്യുന്നതിനായി ISROയും നാസയും ചേർന്ന് വികസിപ്പിച്ച ഒരു ഉപഗ്രഹമാണ് എന്ത്? നിസാർ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ഫെമിന മിസ് ഇന്ത്യ വേൾഡ് കിരീടം നന്ദിനി ഗുപ്തയ്ക്കാണ് ലഭിച്ച. ഫെമിന മിസ് ഇന്ത്യ വേൾഡ് കിരീടം ലഭിച്ചത് നന്ദിനി ഗുപ്തയ്ക്കാണ്. അടുത്ത തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡന് 2023 ഗ്ലോബൽ ജീനോം ഇനിഷ്യേറ്റീവ് ഫോർ ഗാർഡൻസിന്റെ അവാർഡ് ലഭിച്ചു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ദേശീയ അവാർഡ് ജേതാവും പ്രശസ്ത നടിയും നാടക കലാകാരിയുമായ ഉത്തര ഭാവോക്കർ അന്തരിച്ചു. ഓക്കെ. ഉത്തര ഭാവോക്കർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് 2023 സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് വെങ്കിടേഷ് അയ്യർ. അപ്പൊ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 2023 സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് വെങ്കിടേഷ് അയ്യർ. അടുത്ത് നോക്കാം. 2023 ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച വ്യക്തിഗത പ്രകടനത്തിനുള്ള വിഡ്സൺ പുരസ്കാരം ഇംഗ്ലീഷ് താരം ജോണി ബെയർസ്റ്റോക്കിനാണ് ലഭിച്ചെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത് വിസ്ഡൺ ക്രിക്കറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ഹർമൻ പ്രീത് കൗർ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റിലെ സൈനിക ഉപദേഷ്ടാവായി സന്ദീപ് സിംഗ് നിയമിതനായി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് കോവളം ലീല റാവിസ് ഹോട്ടലിന് ട്രാവൽ ആൻഡ് ലെവൽ മാസികയുടെ മികച്ച ഹോട്ടലിനുള്ള പുരസ്കാരം ലഭിച്ചു. എവിടെയാണ്? കോവളത്തുള്ള ലീല റാവിസ് ഹോട്ടലിന്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇത് ഇനി ഒരു പാർട്ടും കൂടിയുണ്ട്. ജാനുവരി ടു ജൂൺ മന്ത് വരെയുള്ള PSC ബുള്ളറ്റിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത്. ഇതിൻ്റെ പാർട്ട് 2 അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ പാർട്ട് 2 കൂടെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ എപ്പോഴും പറയുമ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.